ഹായ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് തിയേറ്ററിൽ വിജയമായി OTT റിലീസ് ചെയ്ത സിനിമ ഫാലിമിയുടെ റിവ്യൂലോട്ടാണ്. ഫാലിമി ഡയറക്ടർ, സ്ക്രിപ്റ്റ് നിതീഷ് സഹദേവ്. ഇപ്പം ടോട്ടലി നോക്കുകയാണെങ്കിൽ 100% ഒരു ഫാമിലി പാക്കേജ് സിനിമയെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഒരു നല്ല സിനിമയെന്ന് പറഞ്ഞാൽ അത് എങ്ങനെ ഒരു പ്രേക്ഷകനെ കണക്റ്റ് ആകുമെന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ അത് ഫാമിലി പ്രേക്ഷകരുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുമായിട്ട് സാമ്യം ഉണ്ടാവണം. ഇപ്പം ഈ ഓരോ ഫാമിലിയിലും കാണും, ഓരോ വിഷയങ്ങൾ കാണും. ആ വിഷയങ്ങളുമായിട്ട് എങ്ങനെ ഒരു സിങ്കായി പോകുന്നത് എന്ന് വെച്ചാൽ ഇപ്പം നമ്മളുടെ ഫാമിലിയിൽ സിങ്കായി പോകുന്ന ഒത്തിരി വിഷയങ്ങൾ പടത്തിൽ കാണുമ്പോൾ നമുക്കത് പെട്ടെന്ന് കണക്റ്റ് ആവും. അതേപോലെ നല്ലോണം കണക്റ്റായ ഒരു പടമാണ് ഫാലിമി. 2023 ഒരു നല്ല സിനിമ, ഒരു ചെറിയ ബാനറിൽ വന്ന ഒരു നല്ല സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് പേഴ്സണലി നല്ലോണം ഇഷ്ടപ്പെട്ട്. ഇപ്പോൾ ഇതിനകത്ത് മാൻ ഓഫ് ദ മാച്ച് എന്ന് പറഞ്ഞാൽ കൂടുതൽ സ്കോർ ചെയ്ത് അപ്പൂപ്പനാണ്. ഈ അപ്പൂപ്പനില്ലെങ്കിൽ ഈ പടം ഇല്ല. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് പോകുകയാണെങ്കിൽ ഇതിനകത്ത് ഇപ്പോൾ സാധാരണ ഫാമിലിക്ക് അതിനകത്ത് ജഗദീഷേട്ടന്, പിന്നെ മഞ്ജു ചേച്ചി, ഇവർ രണ്ടുപേരുമാണ് അതിനകത്തെ നായകൻ്റെ അമ്മയും അച്ഛനും. അതിനകത്ത് ജഗദീഷിൻ്റെ അച്ഛനാണ് അപ്പൂപ്പൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അപ്പൂപ്പൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ബനാറസ്, കാശിക്കൊക്കെ പോകണമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ഒരാൾ. അപ്പോൾ അങ്ങനെ ഉള്ളൊരു ക്യാരക്ടർ, ഒരു വയസ്സായ ക്യാരക്ടർ. ഇപ്പോൾ ഈ പല പടത്തിൽ കണ്ടിട്ടുണ്ട് ഈ ഇമോഷനെ കളക്ട് ചെയ്യാൻ വേണ്ടി ഗ്ലിസറിൻ തേച്ച് കണ്ണൊലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ട്? ഇതിനകത്ത് കുറച്ച് സീനിലേ ഉള്ളെങ്കിൽ രണ്ട് വയസ്സായ വീടിനടുത്തുള്ള വയസ്സായവർ തമ്മിലുള്ള ഒരു ഇമോഷൻ കാണിക്കുന്നുണ്ട്. അത് നല്ല രീതിയിൽ ബെറ്ററായിട്ട് പടത്തിൽ വന്നിട്ടുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് ഒരു ഇമോഷനായി പോകും. അതേ ഇതിനകത്ത് ബേസിലിനകത്തൊരു ഹിന്ദി സീരിയലിൻ്റെ ഡബ്ബിങ് ആർട്ടിസ്റ്റ് ആയിട്ടായിരുന്നു വരുന്നത്. പിന്നെ അച്ഛനായിട്ട് ഇപ്പോൾ ഫാമിലി കണക്റ്റ് ആവുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഇതിനകത്ത് ജഗദീഷേട്ടൻ വരുന്നതെന്ന് പറഞ്ഞാൽ ജഗദീഷിൻ്റെ എന്ന് പറഞ്ഞൊരു പ്രസ് എന്ന് പറഞ്ഞപ്പോൾ ഒരു അയലസമായിട്ട് നടത്തുന്ന ഒരു അപ്പം ഞാൻ പറഞ്ഞ കണക്റ്റായ ഫാമിലി കണക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ ആയിരിക്കും. ഒരു അച്ഛൻ കാണും, ഒരു ഫാമിലിയിൽ അച്ഛനും അമ്മയും കാണും. ഇതിനകത്ത് അച്ഛൻ കൂടുതൽ ആൽക്കഹോളിക് ആയിരിക്കും, അമ്മ കൂടുതലും ജോലിക്ക് പോകുന്നവരായിരിക്കും. പിന്നെ ഇതിനകത്ത് 2 പേരുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ജോലിക്കും ചേട്ടനും അനിയനോ പോകുന്നതായിരിക്കും. ഇതിനകത്ത് അനിയനും ഉണ്ട്. അനിയൻ IELTS എങ്ങാണ്ട് UK പോകാൻ വേണ്ടി നോക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഫുള്ള് കണക്റ്റായി വെക്കുന്നുണ്ട്. ഇപ്പോൾ ജഗദീഷിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ പുള്ളി ചെയ്തിട്ടുണ്ട്. പഴയ ആ സുരാജ് ചെയ്യുന്ന രീതിയിൽ സുരാജ് ഇടയ്ക്ക് നല്ല ഹ്യൂമർ സുരാജേട്ടൻ കൊണ്ടുവന്നിട്ട് ആ ഹ്യൂമറിനെ നിന്ന് മാറി സീരിയസ് റോളിലോട്ട് വരുമ്പം പുള്ളിക്കകത്ത് ഒരു മാറ്റം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കറക്റ്റ് ഇതിനകത്ത് ജഗദീഷും കാണിക്കുന്നുണ്ട്. ജഗദീഷിനെ ഈ രീതിയൊക്കെ നേരത്തെ ഇത് ചെയ്യേണ്ടതായിരുന്നു. നേരത്തെ ഇതുപോലത്തെ റോളൊക്കെ പരീക്ഷിച്ച് കൊണ്ടുവരേണ്ടതായിരുന്നു. ഇപ്പോൾ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ മഞ്ജു ചേച്ചിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇതിന് മുമ്പ് ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, ഹോം എന്ന് പറയുന്നത്. ഹോമിനകത്ത് നോക്കുകയാണെങ്കിൽ ഫാമിലി ആയിട്ട് ഇതേപോലെ തന്നെ ഒരു ഫാമിലി ആയിട്ട് കൊണ്ടുവന്ന അതിനകത്തും ഈ ഒരു സെയിം ഇതൊക്കെ തന്നെ. ഫാമിലിയിൽ 4 പേര്, വേറെ ഒരു വയസ്സായ ഒരു പേര്, അങ്ങനെ പോയെന്നൊരു പടമാണ്. അപ്പോൾ അതിനകത്ത് അതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ ഒരു ഫാമിലിയിലെ ഒരു അമ്മയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇതിനകത്ത് നോക്കുമ്പോൾ ഇതിനകത്തും കറക്റ്റ് അവരുടെ ആ സിങ്കായിട്ട് കറക്റ്റ് ആ ഓവറും കറക്റ്റ് നമ്മളുടെ ജീവിതമായിട്ട് ഇണങ്ങി പോകുന്ന രീതിയിൽ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വശം ഇപ്പം നമ്മൾ മലയാളത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ ഓവർ ആക്ടിങ് ചെയ്യുന്നത് തളമൊക്കെ ഒത്തിരി പേരുണ്ട്. ഈ ലെന എന്നൊക്കെ പറയുന്ന ആക്ട്രസ്സൊക്കെ നോക്കുകയാണെങ്കിൽ ചെയ്യുന്ന റോളിനെക്കാട്ടിലും ഒരു പിടി 100%, ഇപ്പം 50% മതിയായിരിക്കും. ഇത് 150% മേളിൽ ഓവർ ആക്ടിങ് ചെയ്ത് കൊടുക്കുന്നതാണ് ലെനയൊക്കെ. അപ്പം ഇപ്പം ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ അങ്ങനെ ഓവർ ആക്ടിങ് ചെയ്യുന്നവരുമുണ്ട്. കറക്റ്റ് പിടിച്ച് ആ ക്യാരക്ടർ നമ്മളിലെ ഒരു അമ്മയെ പോലെ കറക്റ്റ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. മഞ്ജു പിള്ളയെ ഞാൻ കാണുന്നത് വെച്ചാൽ ഞാൻ ഈ ബഹുമാനക്കുറവ് കൊണ്ടൊന്നും അല്ല, ഒരു സിനിമയുടെ ആക്ട്രസ് എന്ന രീതിയിലാണ് പറയുന്നത്. ഞാൻ കാണുന്നിടം തൊട്ട് പുള്ളി ചേച്ചി ഇങ്ങനെ തന്നെ ഇരിക്കുന്നത്, ഒരു മാറ്റവും ഇല്ല. കാരണം ഒരു രീതിയിൽ ഇപ്പം മലയാളത്തിൽ ഇതുപോലെ പ്രായം ആവാത്തെന്ന് പറഞ്ഞാലും മമ്മൂക്ക എന്ന് പറയുന്നതുകൊണ്ട് ഇപ്പം ഇത് ഫീമെയിൽ ലേഡി മമ്മൂക്ക എന്ന് പറയുന്നതിൻ്റെ തൊട്ട് പറയാം. എന്താ വെച്ചാൽ പണ്ട് എങ്ങനെ കാണുന്നോ അതേപോലെ തന്നെ ഇപ്പോഴും ഇരിപ്പുണ്ട്. എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നൊന്നും പറയാൻ പറ്റുന്നില്ല. പിന്നെ ഇതിനകത്ത് ബേസിൽ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ബേസിൽ ചെയ്യുന്ന കോമഡി ഒക്കെ മാറ്റി നിർത്തി ഇപ്പം ഏകദേശം അത്യാവശ്യം രീതിയിൽ. പിന്നെ ഇതിനകത്ത് വേറൊരു രീതി കണക്റ്റ് ആവുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു കല്യാണത്തിന് പോകുന്ന രീതിയുണ്ട്. അപ്പോൾ അതിനകത്ത് ഡ്രൈവറിനകത്ത് സജഷൻ കൊടുക്കുന്ന ഒത്തിരി പേരുണ്ട്. ഈ വഴി പോ, ആ വഴി ഇപ്പോൾ കറക്റ്റ് അതേപോലെ തന്നെയാണ്. ഓരോ യാത്രയ്ക്ക് പോകുകയാണെങ്കിൽ ഓരോരുത്തരുടെ അഭിപ്രായം അതൊക്കെ തന്നെയാണ്. ഇതൊരു കാശി യാത്രയായിട്ടാണ് ഇതിനെ പറയുന്നത്, കാശിയിൽ പോകുന്നതായിട്ട്. അപ്പോൾ അതിനകത്ത് ട്രാവൽ ചെയ്യുന്ന ഒരു സീനൊക്കെ കാണിക്കുന്നുണ്ട്. ട്രാവൽ ചെയ്യുമ്പോൾ കറക്റ്റ് നമ്മൾ ആ പടത്തിൽ ഇപ്പോൾ തുടക്കം ടോട്ടലി പറഞ്ഞാൽ പടം തുടങ്ങി തീരുന്നത് പോലും ഞാൻ അറിഞ്ഞില്ല. പടത്തിൽ അങ്ങ് ആയിപ്പോയി. അപ്പോൾ ആ ട്രാവൽ ചെയ്ത് ഇങ്ങനെ പോകുന്നതൊക്കെ കറക്റ്റാണ്. പിന്നെ അവിടെ ഭാഷ അറിയാത്ത നാട്ടിൽ പോയി അകപ്പെട്ട് ഒരാളുടെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് അതും അതേപോലെ കാണിക്കുന്നുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ അവരുടെ ബസ് യാത്രയെ നല്ല രീതിയിൽ കളിയാക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ കളിയാക്കിയെന്ന് പറഞ്ഞാൽ അവരുടെ അറിയാം വൃത്തിയും വെടുപ്പും ഇല്ലാത്ത രീതിയിലുള്ള യാത്രയായിട്ട് കാണിക്കുന്നുണ്ട്. അത് ബസ്സിൻ്റെ മണ്ടയിലൊക്കെ രീതിയിൽ ആൾക്കാർ പോകുന്നതും വൃത്തിയില്ലാത്തയും ആ രീതി നല്ല രീതിയിൽ ഹ്യൂമറി കളിയാക്കിയിട്ടുണ്ട്.
പിന്നെ നോക്കുവാണെങ്കിൽ ബനാറസ് കാശി കാണിക്കുന്നുണ്ട്. കാശിയുടെ കാര്യം പറയുവാണെങ്കിൽ ഞാനൊരു ചെറിയൊരു കാര്യം കൂടി മാറി പറയും. ഈ പടത്തിൽ നിന്നൊന്നും മാറി ഒന്ന് പറയുക. ഈ പടത്തിൻ്റെ ഈ ഡയറക്ടർ നിതീഷ് സഹദേവിന് സമയമുണ്ടെങ്കിൽ 2023 ഇറങ്ങിയ ഒരു സിനിമയാണ്, ട്രോളുകൾ വാരിക്കൂട്ടിയ സിനിമ വാരിസ് എന്ന് പറയുന്നത്. അലവലാതി വംശി ഡയറക്ഷൻ ചെയ്ത. ഇപ്പോൾ ഇതിൻ്റെ ഡയറക്ടർ നിതീഷ് സഹദേവ് വല്ലതും ഉണ്ടെങ്കിൽ എങ്ങനെ പടം എടുക്കുന്നതെന്ന് പുള്ളിക്കും കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കണം. ഇപ്പം ഇവിടെ തളപതി വിജയിയെ കൊണ്ടുവന്ന് കോമാളിത്തരം കോപ്രായം കാണിപ്പിച്ച് വെറുപ്പിച്ച ഇപ്പം ലോകേഷ് അത് വിജയെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി അത് താഴോട്ട് പോകാതിരുന്നാൽ മതി. അപ്പോൾ പുള്ളി വംശി കൊണ്ടുവന്ന കോപ്രായം കാണിപ്പിച്ച് കൊണ്ടുവന്ന സിനിമയാണ്. പിന്നെ ഇതിനകത്ത് ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ വാരിസിനകത്ത് തുടക്കം ഒരു സോങ് ഉണ്ട്, ഒരു ആവശ്യമില്ലാത്ത സോങ്, വാത്തലൈവ 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 എന്ന് പറഞ്ഞൊരു സോങ് ഉണ്ട്. ഒരാവശ്യവും ഇല്ലാതെ കുത്തി കയറ്റിയ സോങ്. അതിനകത്ത് വിജയ് ഒരു ട്രാവൽ ചെയ്യുന്ന ഒരു സീനുണ്ട്. കേരളത്തിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. കേരളത്തിൽ കൂടെ പോകുമ്പം ഒരു 100 രൂപയുടെ ഫ്ലെക്സ് അടിച്ച് പുറകെ കെട്ടിയിരിക്കുന്നുണ്ട്. ഞാൻ ഇപ്പം പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ലൊക്കേഷൻ്റെ കാര്യമെന്ന് പറഞ്ഞ് 100 രൂപയുടെയും 200 രൂപയുടെ ഫ്ലെക്സ് അടിച്ച് പുറകെ കെട്ടിയിട്ട് ആ സ്ഥലമെന്ന് പറയുന്നുണ്ട്. പറയുന്നതല്ല, ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പം എക്സാമ്പിൾ പറയുവാണെങ്കിൽ അതിനകത്ത് ഒരു സെറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കാർഡ്ബോർഡ് സെറ്റ്, അതായത് തൃശ്ശൂർ പൂരത്തിന് പോകുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ പൂരം നടക്കുന്ന സ്ഥലം എവിടെയാണെന്ന് അറിയാമല്ലോ. ആ അമ്പലം മാറി അവിടെ ഗുരുവായൂർ അമ്പലമാണ് കാണിക്കുന്നത്, അതിൻ്റെ സെറ്റ്. പിന്നെ അത് കഴിഞ്ഞിട്ട് മഹാരാഷ്ട്രയിലുള്ള ഒരു വാട്ടർഫാൾസിൽ കാണിക്കുന്നുണ്ട്. അവിടെയാണ് പുള്ളിയുടെ എൻട്രിക്കകത്ത് കാണിക്കുന്നത്, അതും ഫ്ലെക്സ്. പിന്നെ രാജസ്ഥാനിൽ കൂടെ പോകുന്നുണ്ട്, അതും ഫ്ലെക്സ്. പിന്നെ ഹിമാചൽ പ്രദേശിലൊരു അമ്പലത്തിൽ കാണിക്കുന്നുണ്ട്, അതും ഫ്ലെക്സ്. പിന്നെ ഈ കാശി അവിടനകത്തും കാണിക്കുന്നുണ്ട്, അത് ഭൂലോക ഫ്ലെക്സ്. ഇപ്പം ഈ 2 സിനിമയും കൂടെ കമ്പയർ ചെയ്തതല്ല, 2 സിനിമയും 2 രീതിയിൽ നിൽക്കുന്നതാണ്. ഒന്ന് ഇച്ചിരി വലിയ പടവും, ഇതൊരു ചെറിയ സിനിമ. ഈ ചെറിയ സിനിമയ്ക്ക്, ഈ ഫാലിമി എന്ന് പറഞ്ഞ സിനിമയ്ക്ക് എന്ത് ഔട്ട്പുട്ടാണ് കിട്ടിയിരിക്കുന്നത് നോക്ക്. ആ ചെറിയ പടത്തിൽ നിന്ന് വലിയൊരു ഔട്ട്പുട്ട്. എന്നാൽ ഈ വാരിസ് പോലത്തെ പടത്തിൽ എന്തോ കാണിച്ച് വെച്ചേക്കുന്നത്. ഒരു ലൊക്കേഷനെങ്കിലും അത്യാവശ്യം ഒന്ന് കാണിക്കണം. ഞാൻ ഈ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ കാശി ഇതിനകത്തും പോകുന്ന രീതിയൊക്കെ കാണിക്കുന്നുണ്ട്. നോർത്തിൻ്റെ സ്ഥലങ്ങളൊക്കെ കറക്റ്റ് രീതിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്ത സിനിമ ഇതുപോലെ ഒരു ഫ്ലെക്സ് അടിച്ച് വെച്ച് റിലീസ് ചെയ്യേണ്ട ഒരു ഗതികേട് ഉണ്ടായാലോ എന്നൊക്കെ ആലോചിച്ചു. അപ്പോൾ നിതീഷ് സഹദേവ്, നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ വംശയെ വിളിച്ച് ഇതുപോലെയൊക്കെയുള്ള പടം നിങ്ങളൊന്ന് കാണിച്ചു കൊടുക്കുക, ഇങ്ങനെയൊക്കെ പടം എടുക്കുന്നതെന്ന്. പിന്നെ പെണ്ണ് കാണാൻ പോകുന്നൊരു സീനുണ്ട്, അതിൻ്റെ ആവശ്യം ഇതിനകത്ത് ചെറിയൊരു ഇതായിട്ട് തോന്നി. അതിൻ്റെ ആവശ്യം ഇതിനകത്ത് ഇല്ല, അല്ലെങ്കിൽ തന്നെ പടം ഓടിപ്പോകുന്നുണ്ട്. പിന്നെ അവർ തമ്മിൽ അവസാനം ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. 2 ഫാമിലി യോജിക്കുന്നതായിട്ട് കാണിക്കുന്നില്ല, എങ്കിലും ആ ഒരു കുറച്ച് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പടം ഒന്ന് ഇതാവാതെ പോയി. എന്ന് വെച്ചാൽ കംപ്ലീറ്റ് അവസാനം വരെ ഒരു കംപ്ലീറ്റ് ഒരു എൻഡ് അവസാനം ഇല്ലാതെ പോയ പോലെ തോന്നി. അത് വലിയ പ്രശ്നമല്ല. എനിക്ക് 2023 ഇറങ്ങിയത് ഒരു നല്ല സിനിമ കണ്ട് ഹോമിൻ്റെ കൂട്ട് എനിക്കൊരു നല്ലൊരു സിനിമയായിട്ടാണ് തോന്നിയത്. പിന്നെ അപ്പൂപ്പൻ പൊളിയായിട്ടുണ്ട്. അപ്പൂപ്പനാണ് മാൻ ഓഫ് ദ മാച്ച്. ഈ പടത്തിലെ ഫുൾ ക്രെഡിറ്റ് അപ്പൂപ്പനാണ്. അപ്പം എനിക്ക് നല്ലോണം പടം ഇഷ്ടമായി, കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.